ഒരു പുരുഷന്റെ പുറകിൽ ഒരു സ്ത്രീ നടക്കുന്നതാണ് എനിക്കിഷ്ടം. പുരുഷന്റെ മുന്നിൽ കയറി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്നും പുരുഷന്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്നും ആ നിലപാടിലാവും. ആളെ അറിയാമല്ലോ, നമ്മുടെ പ്രിയങ്ക അനൂപാണ്. ഒത്തിരി സിനിമകളിൽ അതുപോലെ തന്നെ സീരിയലുകളിലും ഒക്കെ വേഷമിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് ഇക്വാളിറ്റി അല്ല വേണ്ടത്. ആണുങ്ങൾ തന്നെ അവിടെ തലപ്പത്തിരിക്കണം, പെണ്ണുങ്ങളൊക്കെ അവിടെ അടിമയായിട്ട് പിന്നോട്ട് നിന്നോട്ടെ എന്നുള്ള വർത്താനമാണ് പുള്ളിക്കാരി. എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ആണുങ്ങളെ ആണുങ്ങളെ ആണുങ്ങളെ, ഇതാണ് പുള്ളിക്കാരിയുടെ ഒരു നയം. ഇത് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ട്രാൻസ് വുമൺ സ്വീറ്റി. നിങ്ങളോ? എങ്കിൽ പിന്നെ നമ്മളാരാ? ട്രാൻസ്ജെൻഡേഴ്സാണ് മുന്നിലത് ഞാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വീറ്റി വന്നിരിക്കുകയാണ്. എന്താണ് വിഷയം എന്ന് പറയാം. ഈ പറഞ്ഞ കണക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതൊക്കെ മേലെ ആണുങ്ങളുടെ പിന്നിലേ സ്ത്രീകൾ നിൽക്കാവൂ, സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവത്തില്ല. ഇവരെയൊക്കെ പിടിച്ചാൽ ബിഗ് ബോസിലോട്ട് കയറണം. നല്ല അടിപൊളി കുലസ്ത്രീ ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള പ്രിയങ്ക അനൂപ് എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും മീഡിയക്കാർ ചോദിക്കും, സ്ത്രീകളാണോ പുരുഷനാണോ പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണോ പുരുഷനാണോ ഒരുപടി മുകളിൽ നിൽക്കുന്നത്? അപ്പോൾ എപ്പോഴും പ്രിയങ്ക പറയുന്ന ഒരു സെയിം ഉത്തരവാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. പുരുഷനാണ് മുന്നിൽ നിന്ന് നിലപാടിൽ എന്നും ഞാൻ പറഞ്ഞു എന്തിനാ അത് പറയണത്? എന്തിനാ നമ്മൾ പറയണത്? നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഒരു പുരുഷന്റെ പുറകിൽ ഒരു സ്ത്രീ നടക്കുന്നതാണ് എനിക്കിഷ്ടം. പുരുഷന്റെ മുന്നിൽ കയറി നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്നും പുരുഷന്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എന്നും ആ നിലപാടിലാവും. ചേച്ചിയുടെ നിലപാട് പുരുഷന്റെ പിറകിലാണ് സ്ത്രീകൾ നടക്കേണ്ടത്. അതായത് അടിമകളാണ് ഇവിടുത്തെ സ്ത്രീകള്. സ്ത്രീകളെല്ലാം പിറകിലാണ്. ഇവരൊക്കെ ഏത് കാലത്ത് ജീവിക്കുന്നതാണ്? നല്ല വയസ്സില്ലേ? അത്യാവശ്യം നല്ല സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു സ്ത്രീയല്ലേ? ഒരു സ്ത്രീ ആയിട്ടുള്ള നിങ്ങൾ പടവെട്ടി പൊരുതി ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ മീഡിയ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ പിടിച്ചു നിൽക്കുന്നത്. ആ നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ട ഒരു സാമാന്യ മര്യാദ ഉള്ള ഒരു വർത്താനമാണോ ഇത്? ആദ്യമായിട്ടല്ല മക്കളെ. എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും മീഡിയക്കാര്, ചേച്ചി പുരുഷനാണോ സ്ത്രീയാണോ മുകളില്, പുരുഷനാണോ സ്ത്രീയാണോ മുകളില്? പുരുഷൻ തന്നെയാ മുകളിൽ. പുരുഷൻ തന്നെയാ. പുരുഷനാണ് ഈ ലോകം തന്നെ ഉണ്ടാക്കിയത്. പുരുഷന്റെ പിന്നിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പുരുഷന്റെ പിന്നിൽ നിൽക്കുന്ന സ്ത്രീ, അവളാണ് വിജയിക്കുന്ന സ്ത്രീ. ഇന്ത്യൻ സിനിമ ഗാലറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു വൈബ്സിലുള്ള ഇന്റർവ്യൂവിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ എന്താ പറയാ അഭിനയ അനുഭവം ഉണ്ടെങ്കിലും ഇവരുടെ ലോജിക്കുകൾ മൊത്തം കുലസ്ത്രീ പട്ടമാണ് മൊത്തത്തിൽ. ഇതിന്റെ താഴെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള വീഡിയോ ആണ്. ഇതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വീറ്റി ബെർണാഡ്. അറിയാലോ, സ്വീറ്റി ട്രാൻസ് വുമൺ ആണ്. അത് ചേച്ചിയാണോ തീരുമാനിക്കുന്നത്? സ്ത്രീയും പുരുഷനും ഒന്നിച്ച ഞങ്ങളാണ് എന്ന് മുന്നിലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് തെറ്റിമോളെ. ഇവിടെ എല്ലാവരും തുല്യരാണ് ചേച്ചി. അത് സ്വീറ്റി വാ അടപ്പിച്ച മറുപടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തോന്ന് പറയുന്നത്? സ്ത്രീയാണ് പുറകില് പുരുഷൻ മുന്നിലെന്ന് അല്ല. ഞാൻ പറയുന്നു, സ്ത്രീയും പുരുഷനും കൂടി കലർന്നിട്ടുള്ള നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് മുന്നിലെന്ന്. ഇനി വല്ലതും പറയാനുണ്ടോ? അന്ന് അടച്ച് ആക്ഷേപിക്കാൻ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഈ ജന്മത്തിലൂടെ ആണും പെണ്ണും ട്രാൻസ്വുമൻസും അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വാലിറ്റിയാണ് ഇവിടെ വേണ്ട എന്നുള്ള കാര്യം ആര് പറയുന്നു? സ്വീറ്റി പറഞ്ഞ് കമന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് ഇഷാനി കമന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റ് ഇഷാനി. ചേച്ചി പിന്നിൽ നിൽക്കട്ടെ, അത് ചേച്ചിയുടെ ഇഷ്ടം. എന്ത് ബനാന ടോക്ക്, എന്ത് പഴം പുഴുങ്ങിയ വർത്താനമാണിത്? ഒരു പുരുഷന് വിജയിക്കാൻ ഒരു സ്ത്രീ വേണം എന്നാണ്. പണ്ടത്തെ കാലത്ത് സ്ത്രീ കൂടുതൽ ജോലിക്കൊന്നും പോകാതെ ഇരിക്കുന്നത് കൊണ്ടാവും. പക്ഷെ പുരുഷന് മുന്നിൽ സ്ത്രീ നിൽക്കണം, പിന്നിൽ നിൽക്കണം എന്നൊന്നും അല്ല. ഒപ്പം നിൽക്കാൻ പഠിക്കണം. ആരും വലുതോ ചെറുതോ അല്ല. ഇഷാനി പറഞ്ഞതാണ് കറക്റ്റ്. ഇക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പറഞ്ഞ പോലെ സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയൊന്നുമില്ല. ആരാണോ ആരുമായിട്ട് മികച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വീട്ടില് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവർ ഒരുപോലെ തന്നെ വർക്ക് ചെയ്യണം അല്ലേ? എല്ലാ കാര്യങ്ങളും അവർ ഒരുപോലെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പം ഞാനായാലും നിങ്ങളായാലും നമ്മളെല്ലാവരും ആയാലും അതുപോലെ മുന്നോട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നത്. ഇത് ഒരു വീട്ടിലെ ഇൻസിഡന്റ് ആണ്. ഇതുപോലെ 1000 വീട്ടിലെ ഇൻസിഡന്റ് ആകുമ്പോഴത്തേക്ക് എന്താവും? ഒരു സൊസൈറ്റി ആവും. അപ്പോൾ ഒരു സൊസൈറ്റി നന്നാവും. ഒരു സൊസൈറ്റിയെ നന്നാക്കുകയാണോ അതോ മോശമാക്കുകയാണോ ഇത്രയും അനുഭവ, അറിവ്, സമ്പത്ത്, വിവരം എല്ലാം ഉള്ള ഈ ആർട്ടിസ്റ്റുകൾ ചെയ്യേണ്ടത്? നിങ്ങളെയൊക്കെ നമ്മൾ ഡെയിലി ടി വിയിലൂടെ കാണുന്നതല്ലേ? അപ്പം നിങ്ങൾ സംസാരിക്കേണ്ട ഒരു സംസാരമാണോ ഇത്? സ്ത്രീയും പുരുഷനും ഒരുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങളുടെ വീട്ടിൽ അതുപോലെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ പിന്നാലെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാം.
പക്ഷെ എല്ലാവരും കണ്ടുപഠിക്കേണ്ടത് സ്ത്രീകൾ ഇതിന്റെ പിറകെ നിൽക്കലല്ല, ഒപ്പം നിൽക്കലാണ്, പുരുഷനോടൊപ്പം നിൽക്കണം. അവിടെ പുരുഷനെയും താത്തരുത്, പുരുഷനും സ്ത്രീകളോടൊപ്പം നിൽക്കണം, സ്ത്രീകളും പുരുഷനോടൊപ്പം നിൽക്കണം, ട്രാൻസ്വുമൻസ് സ്ത്രീകളെയും പുരുഷനെയും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ് സമൂഹത്തിന് ഓരോരോ ഐഡിയാസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ അറിവുകൾ പകർന്നു കൊടുക്കേണ്ട നിങ്ങൾ തന്നെ ഈ 2025 വന്ന് നിന്നിട്ട് 1025 കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം. നിങ്ങളിൽ നിന്ന് ആദ്യത്തെ രണ്ടാമതെന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും പുരുഷനാണ് മുന്നിൽ, പുരുഷനാണ് മുന്നിൽ, പുരുഷനാണ് മറ്റവൻ, പുരുഷനാണ് ദൈവം, പുരുഷനാണ് ലോകം. എന്തുവാടേ ഇത്? എന്തുവാ? നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എന്നുള്ളത് മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യുക. ഇവരെ ബിഗ് ബോസിൽ എടുക്കുക. എൻ്റെ പോയിന്റ് ബിഗ് ബോസേ, നിങ്ങൾക്ക് നല്ല കണ്ടന്റ് ഇവർ തരും. ഞാൻ പണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവരെ എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു കുലസ്ത്രീ കണ്ടന്റ് ഇവർ തരും. ഓക്കെ, എന്തായാലും സ്വീറ്റി വാ അടപ്പിച്ച് വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും നേരെ കമന്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.